നമ്മുടെ ആത്മീയപിതാവും ഗുരുവുമായ പ്രിയപ്പെട്ട ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ IDCF USA യൂണിറ്റ് ഒരു വലിയ കലാപരിപാടി നിങ്ങളുടെ മുന്നിൽ സവിനയം സമർപ്പിക്കുന്നു. ദൈവത്തിന് വേണ്ടി വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നവർ അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷകളെ കുറിച്ചും മനോവേദനകളെ കുറിച്ചും അധികമായി ചിന്തിക്കാറില്ല. ഒരു ദൈവദാസൻ ദൈവത്തിന്റെ വാക്കിൽ മാത്രം വിശ്വസിച്ച് ദൈവിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പല പരീക്ഷകളെയും അതിജീവിക്കേണ്ടി വരും. പരീക്ഷകൾ ഓരോന്നായി ജയിക്കുമ്പോൾ കൃപകളും കൃപാവരങ്ങളും ലഭിച്ച് പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുന്നു. വിശ്വസിച്ചിരുന്നവരും കൂടുന്നവരും താൻ കൈപിടിച്ചു കയറിയവരും ഒറ്റപ്പെടുത്തുമ്പോൾ തന്നെ വിളിച്ച ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് പ്രിയപ്പെട്ടവർ ദൈവത്തിന് വേണ്ടി കൂടുതൽ തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്നു. തന്റെ പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനേകായിരങ്ങളെ ദൈവസന്നിധിയിലേക്ക് നേടുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. 63ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ആത്മീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുവാൻ പ്രചോദനം നൽകിയ ഒരു മഹാവ്യക്തിത്വത്തെ ഈ കലാസൃഷ്ടിയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കട്ടെ. സ്നേഹിതരെ, കലാസ്നേഹികളെ, പരിശുദ്ധവും പരിപാവനവുമായ ഈ ദേവാലയത്തിൽ ഞങ്ങൾക്കൊരു കഥ അവതരിപ്പിക്കുവാൻ ലഭിച്ച ഈ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ കഥയുടെ പേര് ഇരുളിൽ ഒരു തിരുനാളം. ഈ കഥ കേട്ടാൽ നിങ്ങൾക്ക് തോന്നും ഇതുവരെ കേൾക്കാത്ത കഥയെന്ന്. പക്ഷെ കഥ തുടരുമ്പോൾ നിങ്ങൾക്ക് തോന്നും എവിടെയോ കേട്ടൊരു കഥയെന്ന്. ഈ കഥ കേട്ടാൽ നിങ്ങൾക്ക് തോന്നും ഇതുവരെ കേൾക്കാത്ത കഥയെന്ന്. പക്ഷെ കഥ തുടരുമ്പോൾ നിങ്ങൾക്ക് തോന്നും എവിടെയോ കേട്ടൊരു കഥയെന്ന്. ഞങ്ങളോടൊപ്പം രംഗത്ത് ഹാർമോണിയം തട്ടത്തുപറമ്പിൽ നിഖിൽ, സിംബൽ മാങ്ങാമടം ചാക്കോ, ആലാപനം ഗാനഭൂഷണം ചാലുപറമ്പിൽ കാവ്യ, ഗാനകോകിലം കുലങ്ക എലൻ, ഗാനരത്നം കിഴക്കേപ്പുറം ചോണിയ. ഈ കഥ ആരംഭിക്കുന്നത് കേരളത്തിലാണോ? അല്ല. മലേഷ്യയിലാണോ? അല്ല. എത്യോപ്യയിലാണോ? അല്ല. ദുബായിലാണോ? അല്ല. അമേരിക്കയിലാണോ? അല്ലേ. പിന്നെയോ? സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ പലേഷ്പുരി എന്ന മനോഹരമായ കൊച്ചു ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്താണ്? കാടുകൾ, മേടുകൾ, റോഡുകൾ, തോടുകൾ, കൂട്ടായി നിൽക്കുന്ന പൂമരങ്ങൾ. അതെ, കാടുകൾ, മേടുകൾ, റോഡുകൾ, തോടുകൾ, കൂട്ടായി നിൽക്കുന്ന പൂമരങ്ങൾ. കാലികൾ, ആളുകൾ നടക്കുന്ന പച്ചവിരിപ്പുള്ളതാണി ഗ്രാമം. കാലികൾ, ആളുകൾ നടക്കുന്ന പച്ചവിരിപ്പുള്ളതാണി ഗ്രാമം. കാടുകൾ, മേടുകൾ, റോഡുകൾ, തോടുകൾ, കൂട്ടായി നിൽക്കുന്ന പൂമരങ്ങൾ. അതെ, ഇടതൂർന്ന് നിൽക്കുന്ന മേപ്പിൾ മരങ്ങൾ.
കൂട്ടിമുട്ടി നിൽക്കുന്ന ഓക്ക് മരങ്ങൾ, പച്ച പർവ്വതാനി വിരിച്ച സമതലങ്ങൾ, തോടുകൾ, അരുവികൾ, ഭൂമിക്ക് അരിഞ്ഞാണമെന്ന പോലെ കിടക്കുന്ന നീർച്ചാലുകൾ. ദേ അവിടേക്ക് നോക്കൂ, മനോഹരമായൊരു കൊച്ചു വീട്. ആ വീട്ടിൽ നിന്നല്ലേ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്? ഇത് സ്കൂൾ അധ്യാപകനായ എഡ്മണ്ടിന്റെയും തയ്യൽക്കാരിയായ എലിസബത്തിന്റെയും വീടാണല്ലോ. അവരുടെ താരാട്ടാണല്ലോ കേൾക്കുന്നത്. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങ് കരളിന്റെ കാതലേ, കരളിന്റെ കാതലേ. എഡ്മണ്ടും എലിസബത്തും അവരുടെ മകൻ ഇട്ട പേരാണ് വില്യം. കുടുംബ പേരും ചേർത്തവൻ വില്യം കേറി എന്നറിയപ്പെട്ടു. അധ്യാപകനായ എഡ്മണ്ട് തന്റെ മകനെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കരം പിടിച്ചു നടത്തി. ദേ കുട്ടികൾ ആർത്തുല്ലസിക്കുന്ന ശബ്ദമാണല്ലോ കേൾക്കുന്നത്. വില്യം, വില്യം, നീ എവിടെയാണ്? ആഹാ, നീ ഇവിടെ ഇരിക്കുകയാണ്. മറ്റു കുട്ടികൾ പുറത്ത് കളിക്കുമ്പോൾ നിനക്ക് അക്ഷരങ്ങളോടാണല്ലോ താല്പര്യം. സമപ്രായക്കാർ ഓടിച്ചാടി കളിക്കുമ്പോൾ ബാലനായ വില്യമിന് താല്പര്യം അക്ഷരങ്ങളോടായിരുന്നു, അക്ഷരങ്ങളുടെ ലോകത്തോടായിരുന്നു. അക്ഷരം പഞ്ചാക്ഷരം അക്ഷയ പ്രഭാചരം വിശ്വഭ്രമണ താരകം ഭക്തഹൃദയ ദോഹരം. അക്ഷരം പഞ്ചാക്ഷരം അക്ഷയ പ്രഭാചരം വിശ്വഭ്രമണ താരകം ഭക്തഹൃദയ ദോഹരം. വില്യമിന് 7 വയസ്സുള്ളപ്പോൾ ത്വക്ക് രോഗം ബാധിച്ചത് ആ കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തി. വരണ്ടുണങ്ങി അവന്റെ തൊലിപ്പുറത്ത് സൂര്യകിരണങ്ങളുടെ ആഘാതം ആ കുഞ്ഞു ശരീരത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവന്റെ ശേഷിച്ച ബാല്യകാലം ഭവനത്തിൽ പുസ്തകങ്ങളുമായി കഴിച്ചുകൂട്ടി. ഈ കുഞ്ഞിന്റെ ഭാവി എഡ്മണ്ടിനെയും എലിസബത്തിനെയും നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. സൂര്യപ്രകാശം ഏൽക്കാതെ അവൻ എന്ത് ജോലി ചെയ്യും? എങ്ങനെ ജീവിക്കും? വർഷങ്ങൾ പലതും കടന്നുപോയി. വില്യമിന് 14 വയസ്സായപ്പോൾ എഡ്മണ്ട് തൻ്റെ സുഹൃത്തായ ക്ലാർക്കിൻ്റെ ചെരുപ്പുകടയിൽ വില്യമിന് ഒരു ജോലി തരപ്പെടുത്തി. ജോലി ചെയ്യുമ്പോഴും തൻ്റെ വായനശീലം തിരുവചനം വായിക്കുവാൻ അവന് പ്രചോദനമായി. തിരക്കൊഴിഞ്ഞ ഒരു ദിവസം വില്യം കടയിൽ ഇരിക്കുമ്പോൾ തുള്ളിത്തുള്ളി പേടുവാൻ പോലോടി വരുന്നവളാരോ, ഓടി വരുന്നവളാരോ, നിലാവ് പോലെ നാളുപാടും ശോഭ പരുത്തവളാരോ, അമ്പിളിയപ്പോൾ പുഞ്ചിരി തൂകി ഓടി വരുന്നവളാരോ, ഓടി വരുന്നവളാരോ. തുള്ളിത്തുള്ളി പേടുവാൻ പോലോടി വരുന്നവളാരോ, ഓടി വരുന്നവളാരോ, നിലാവ് പോലെ നാളുപാടും ശോഭ പരുത്തവളാരോ, അമ്പിളിയപ്പോൾ പുഞ്ചിരി തൂകി ഓടി വരുന്നവളാരോ, ഓടി വരുന്നവളാരോ. തുള്ളിത്തുള്ളി പേടുവാൻ പോലോടി ആരാണവൾ? ഓടി വരുന്നവളാരോ. അത് മറ്റാരുമല്ല, ക്ലാർക്കിന്റെ സഹോദരപുത്രി ഡൊറോത്തി. വില്യമിന്റെയും ആ സുന്ദരിയുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി, മനസ്സുകൾ തമ്മിൽ കൂട്ടിമുട്ടി. കണ്ണുമുട്ടി പണ്ട് അങ്കിളിന്റെ കടയിൽ വെച്ച് ഉള്ളതിന്റെ തമ്മിൽ കണ്ണുകൊണ്ടും മുള്ളകൊണ്ടും മിണ്ടാതെ മിണ്ടി പണ്ട്, കണ്ണുകൊണ്ടും മുള്ളകൊണ്ടും മിണ്ടാതെ മിണ്ടി പണ്ടേ. അങ്ങനെ വില്യമും ഡൊറോത്തിയും വിവാഹിതരായി. ക്ലാർക്ക് പ്രായമായപ്പോൾ തന്റെ കട വില്യമിന് വിറ്റു. താമസിക്കാതെ അവരുടെ ദാമ്പത്യ വല്ലരിയിൽ ഒരു മുട്ട് വിടർന്നു. അവളുടെ പേരാണ് ആൻ. ആരാരോ ആരിരാരോ, അച്ഛന്റെ മോളാരാരോ, അമ്മയ്ക്കു നീ തേനല്ലേ, 1000 വള്ളി പൂവല്ലേ,
ആയിരം വള്ളിപ്പൂവല്ലേ. ആ കുഞ്ഞുണ്ടായ സന്തോഷം അധികം നാൾ ദീർഘിച്ചില്ല. പിച്ച വെച്ച് നടക്കുന്ന പ്രായത്തിൽ ആനിന് മാരകമായി പനി പിടിച്ചു. ആൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ വേദനയുടെ താൽവരിയിൽ വില്യം പാടി, രോഗങ്ങളെ തകർക്കുന്നതിനാൽ വേദനയാൽ ഞാൻ തകരുന്നു നാഥ, കാണണമേ എൻ കർത്താവേ, കാണണമേ കണ്ണീർ താഴ്വര തള്ളിയിടരുതേ എൻ കർത്താവേ. ബിസിനസിന്റെ വക്രത പരിശീലിച്ചിട്ടില്ലാത്ത വില്യം ചെരുപ്പുകട മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകാതെ കടത്തിൽ നിന്നും കടത്തിലേക്ക് മുങ്ങിത്താണു. ഈ വിഷമഘട്ടത്തിലും അക്ഷരങ്ങളോടും ഭാഷയോടുമുള്ള സ്നേഹം മൂലം ഗ്രീക്കും ലത്തീനും കൂടുതൽ പഠിച്ചു. എന്നത്തെയും പോലെ ഒരു ദിവസം വില്യം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ അവൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, മരണത്തിന്റെ താൽവരയിൽ നിന്ന് നീ എന്നെ കൈപിടിച്ചുയർത്തി. ഇത്രയേറെ നീ എന്നെ സ്നേഹിച്ചു. പക്ഷേ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ലല്ലോ. ദൈവത്തിനു വേണ്ടി വേല ചെയ്യുവാനുള്ള അവന്റെ തീഷ്ണത സമീപത്തുള്ള ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ പ്രേക്ഷിത വേല ആരംഭിക്കുവാൻ മുഖാന്തരമായി. തന്റെ ഉൾപ്രേരണയാൽ മറ്റ് 12 മിനിസ്റ്റേഴ്സിന്റെ സഹായത്തോടു കൂടി ബാപ്റ്റിസ്റ്റ് മിഷണറി സൊസൈറ്റി തുടങ്ങുവാൻ ദൈവം അദ്ദേഹത്തെ സഹായിച്ചു. എന്നെ വിളിച്ച ദൈവം, എന്നെ വേർതിരിച്ച ദൈവം, എന്നെ വിളിച്ച ദൈവം, എന്നെ വേർതിരിച്ച ദൈവം, എന്നധിപതിയായി തൻ വഴികളിൽ എന്നെ അനുദിനം നടത്തിയിടുന്നു. എന്നധിപതിയായി തൻ വഴികളിൽ എന്നെ അനുദിനം നടത്തിയിടുന്നു. എന്നെ വിളിച്ച ദൈവം. ലോകത്തിനറ്റത്തോളം സുവിശേഷം അറിയിക്കുവാനുള്ള യേശുവിന്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ മിഷണറി സൊസൈറ്റിയുടെ മീറ്റിംഗിൽ വെച്ച് ബ്രിട്ടീഷ് കോളനിയായ ഇന്ത്യയിൽ നിന്നും വന്ന ഒരു ഡോക്ടറിനെ പരിചയപ്പെടുവാനും ഇന്ത്യയിൽ സുവിശേഷീകരണത്തിനുള്ള സാധ്യത മനസ്സിലാക്കുവാനും സാധിച്ചു. ഇത് ദൈവഹിതമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഭാരതത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. സുവിശേഷത്തിൻ കൊടികളുമായി സഹസ്രാബ്ദത്തിൽ പോയിടാം. യേശുവിൻ സാക്ഷികളായി നമ്മൾ ജനതകളെ നേടിയിടാം, ജനതകളെ നേടിയിടാം. ലോകത്തിനറ്റത്തോളം ബഹുഭാഷകളിൽ, ലോകത്തിനറ്റത്തോളം ബഹുഭാഷകളിൽ വരയായി മൊഴിയായി വർണ്ണങ്ങളായി സുവിശേഷത്തെ ഘോഷിക്കാം. വരയായി മൊഴിയായി വർണ്ണങ്ങളായി സുവിശേഷത്തെ ഘോഷിക്കാം. അവൻ തന്റെ തീരുമാനം കുടുംബത്തിൽ അറിയിച്ചു. വിവരമറിഞ്ഞ പിതാവ് കോപിച്ചു. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? മനുഷ്യനെന്നോ മൃഗമെന്നോ വേർതിരിവില്ലാത്ത ആ കാട്ടിലേക്ക് നീ എന്തിനു പോകണം? 5 മാസം ഗർഭിണിയായ ഭാര്യയ്ക്ക് അവന്റെ വാക്കുകൾ വിശ്വസിക്കാനായില്ല. നിങ്ങൾ എന്താ തമാശ പറയുകയാണോ? ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ ആദിവാസികളുടെ ഇടയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ വളരും? സുവിശേഷവൽക്കരണത്തിനുള്ള അവന്റെ തീഷ്ണത ഉൾക്കൊള്ളുവാൻ കഴിയാതെ സഭ അവന്റെ തീരുമാനത്തെ നഖശിഖാന്തം എതിർത്തു. അവൻ ജീവാത്മാവും പരമാത്മാവുമായി കണ്ടിരുന്ന മിഷണറി സൊസൈറ്റി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ കാരണം പറഞ്ഞ് അവനെ കൈയൊഴിഞ്ഞു. എന്നാൽ ഈ എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് വില്യം തന്റെ ഭാര്യയോടും 3 മക്കളോടും കൂടെ ബംഗാളിലേക്ക് യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചു. ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്നുള്ളം ചൊല്ലുന്നു. കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞ ബന്ധം ചെയ്തു. കൂട്ടത്തോടെ വിട്ടു പോയി വിട്ടാലും കൂട്ടായി യേശുവേ എനിക്കുള്ളതാനന്ദാനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം.
ഇംഗ്ലീഷ് കപ്പലിൽ യാത്രയായ വില്യമിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മതിയായ യാത്രാരേഖകൾ നൽകാത്തതിനാൽ കപ്പലിൽ നിന്നും പുറത്താക്കി. ഡാനിഷ് കപ്പലിൽ കയറി പറ്റിയ അവർ യാത്ര തുടർന്നു. തിരമാലകൾ ആഞ്ഞടിക്കുന്നു, കപ്പലിനെ വീഴുവാൻ തക്കവണ്ണമുള്ള തിരകൾ. കാറ്റിന്റെ ശക്തി വർദ്ധിച്ചു വരികയാണല്ലോ. യാത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രാന്തരായി ഓടുന്നു. ഈ ബഹളത്തിനിടയിലും ആരാണ് പാടുന്നത്? ഓ, അത് വില്യമാണല്ലോ. വില്യമനല്ലാതെ ആർക്കാണ് ഇപ്പോൾ പാടാൻ കഴിയുന്നത്? കൊടുങ്കാറ്റാഞ്ഞടിക്കുമ്പോഴൻ പാറയമേശുവൻ അഭയം, എനിക്കായി പിളർന്ന പാറയിൽ ഞാൻ അഭയം തേടും സതതം. ഭയമിനി വേണ്ട, ഭയപ്പെട വേണ്ട, പാറയമേശുവൻ അഭയം. കൊടുങ്കാറ്റിനെ തകർക്കും, ജയക്കൊടി ഉയർത്തും, യേശുവാണെന്നഭയം. ഭയമിനി വേണ്ട, ഭയപ്പെട വേണ്ട, പാറയമേശുവൻ അഭയം. കൊടുങ്കാറ്റിനെ തകർക്കും, ജയക്കൊടി ഉയർത്തും, യേശുവാണെന്നഭയം. അവരുടെ യാത്ര തുടങ്ങിയിട്ട് 5 മാസം കഴിഞ്ഞു. അത് കരയാണെന്ന് തോന്നുന്നുവല്ലോ. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് ബംഗാൾ തീരം തന്നെയാണോ? കപ്പിത്താന്റെ എന്തോ അറിയിപ്പുണ്ട്. മതിയായ യാത്രാരേഖകളില്ലാത്തവർ ചെറുതോണിയിൽ കയറുക. അങ്ങനെ വില്യമും കുടുംബവും ചെറുതോണിയിൽ കയറി ഹൂഗ്ലി തീരത്ത് വന്നിറങ്ങി. ദിവസങ്ങൾ കടന്നു പോകും തോറും ബംഗാളിലെ ജീവിതം ദുഷ്കരമായിക്കൊണ്ടിരുന്നു. ഉറ്റ സുഹൃത്ത് അവനെ ചതിച്ചു. കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം നഷ്ടപ്പെട്ടു. രോഗാവസ്ഥയിലായി. കൂടാതെ പട്ടിണി, ദാരിദ്ര്യം, ഭാര്യയുടെ ഒറ്റപ്പെടുത്തൽ. എല്ലാവരാലും ഒറ്റപ്പെട്ട വില്യം താൻ വിശ്വസിച്ച ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചു. യേശു എൻ പ്രത്യാശ, നിരാശാലേശവുമില്ല. യേശു എൻ പ്രത്യാശ, നിരാശാലേശവുമില്ല. ആശങ്കയെല്ലാം നീക്കുവാൻ യേശു മാത്രമാശ്രയം. ആശങ്കയെല്ലാം നീക്കുവാൻ യേശു മാത്രമാശ്രയം. ഈ പ്രതികൂലങ്ങളുടെ എല്ലാ നടുവിലും വില്യം ബംഗാളി ഭാഷ പഠിച്ച് സുവിശേഷവുമായി ബംഗാളിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്നാൽ അവരുടെ ഇടയിലുണ്ടായിരുന്ന പകർച്ചവ്യാധി അവനെയും അവന്റെ കുടുംബത്തെയും ബാധിച്ചത് കൂടുതൽ ദുരിതത്തിലാക്കി. കൊലയാളി, ദുഷ്ടനാണ് നിങ്ങൾ. നിങ്ങളാണ് എന്റെ ജീവിതം തകർത്തത്. എന്റെ മരിച്ച മകനെ തിരികെ തരാൻ സാധിക്കുമോ? കൊലയാളി, കൊലയാളി, കൊലയാളി. അവരുടെ മകന്റെ മരണം തുറോത്തിയെ മാനസിക രോഗിയാക്കി. ദുഃഖത്തിന്റെ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോഴും തന്നെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്റെ പ്രവർത്തനത്തിൽ ഉറച്ചു നിന്നു. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോട് എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഈ പ്രതികൂലങ്ങളുടെ എല്ലാ നടുവിലും മടുത്തു പോകാതെ, തളർന്നു പോകാതെ വില്യം സുവിശേഷവൽക്കരണം തുടർന്നുകൊണ്ടേയിരുന്നു. പുതിയ നിയമം ബംഗാളി ഭാഷയിൽ പരിഭാഷപ്പെടുത്തി. വർഷങ്ങൾ നീണ്ട യാതനകൾക്കും വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും ആശ്വാസമായി ദൈവം
ഒരു പുതിയ വാതിൽ തുറന്നു. ആരാണ് വരുന്നത്? അത് സെറാംപൂരിൽ നിന്നുള്ള ജോഷുവയാണല്ലോ. വില്യം, സെറാംപൂരിൽ എന്നോടൊപ്പം ദൈവവേല ചെയ്യുവാൻ താല്പര്യമുണ്ടോ? എനിക്കൊരു പ്രിന്റിംഗ് പ്രസ് ഉണ്ട്. താങ്കളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രിന്റിംഗ് പ്രസ്സും ഉപയോഗിക്കാം. ജോഷുവയ്ക്ക് പ്രിന്റിംഗ് പ്രസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ വില്യം ഇത് ദൈവനിയോഗമാണെന്ന് മനസ്സിലാക്കി അങ്ങനെ സെറാംപൂരിലേക്ക് യാത്ര തിരിച്ചു. പ്രിന്റിംഗ് പ്രസ് ഉപയോഗിച്ച് 28 വർഷങ്ങൾക്കുള്ളിൽ 29 ഭാഷകളിൽ ദൈവവചനം പ്രസിദ്ധീകരിച്ചു. സുവിശേഷകാഹളം മുഴക്കിയിടാം നാം, യേശുവിൻ നാമം ഘോഷിക്കാം, സർവജാതിയോടും സർവസൃഷ്ടിയോടും കർത്താവിൻ വചനം ഘോഷിക്കാം, സർവജാതിയോടും സർവസൃഷ്ടിയോടും കർത്താവിൻ വചനം ഘോഷിക്കാം. കല്ലിനെയും മണ്ണിനെയും ആരാധിച്ച് അന്ധകാരത്തിലായിരുന്ന അനേകായിരങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുഖാന്തരമായി. അങ്ങനെ വില്യം കേറി ഭാരതത്തിൽ ഇരുളിൽ ഒരു തിരുനാളമായി മാറി. വില്യം കേറിയുടെ കാലശേഷം ഈ ദീപം കെടാതെ കർത്താവിലേക്ക് അനേകരെ നയിച്ചവർ വേറെയും ഉണ്ട്. അവരൊക്കെയും കഷ്ടപ്പാടിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കടന്നുപോയിട്ടുള്ളവരാണ്. അവരെ പോലെ മറ്റൊരു വില്യം കേറിയായി മാറാൻ നിങ്ങൾക്ക് കഴിയുമോ? യേശുവിന്റെ സുവിശേഷീകരണത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. കഠിന പരീക്ഷകളെ ജയിച്ച് വലിയ ദൗത്യങ്ങൾ ഏറ്റു മുന്നേറുന്ന മറ്റൊരു വില്യം കേറി ഇവിടുണ്ട്. ആ ദൈവപുരുഷനെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അംഗീകരിച്ചിട്ടുണ്ടോ? ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇതുവരെ കേൾക്കാത്ത കഥയെന്ന്. പക്ഷെ കഥ തീർന്നപ്പോൾ നിങ്ങൾക്ക് തോന്നി എവിടെയോ കേട്ടൊരു കഥയെന്ന്. ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇതുവരെ കേൾക്കാത്ത കഥയെന്ന്. പക്ഷെ കഥ തീർന്നപ്പോൾ